അപ്പോൾ ജീവിതത്തിൽ പിന്നെ ഒരു VS-ൻ്റെ ഒരു ശില്പം ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ശില്പിയെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. VS ഇനിയും ഒരുപാട് വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാർ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. VS-ൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ ഈ ശില്പം നിർമ്മിക്കാൻ എന്നെ സമീപിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടല്ലോ, 6 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഒരു പ്രത്യേകത. അപ്പോൾ പിന്നെ ഈ ശില്പം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. കാരണം ഒരു 3.5 അടിയുള്ള ഇതുപോലത്തെ ഒരു ശില്പം ജനങ്ങൾ 4-5 മാസം വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ VS-ൻ്റെ മുഖം നമ്മുടെയൊക്കെ മനസ്സിൽ കൂടുതൽ പതിഞ്ഞത് കൊണ്ടാണ് ചിത്രം പോലും നോക്കാതെയാണ് ഈ രൂപം, ഈ ചിരിക്കുന്ന രൂപം ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ചത്. അപ്പോൾ കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ എൻ്റെ കനയിലെ പണിപ്പുരയിൽ പൂർത്തിയായപ്പോൾ VS-ൻ്റെ മകൻ പയ്യന്നൂരിലേക്ക് വന്ന് ആ ശില്പം വിലയിരുത്തി. അപ്പോൾ എന്നോട് ചോദിച്ചത് 21-ാം തീയതി ജൂലൈ 21-ന് VS-ൻ്റെ 1-ാം ചരമദിനത്തിൽ ഈ ശില്പം പൂർത്തിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. 2 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. അപ്പോൾ പിന്നെ വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ, മഴ, അപ്പോൾ എല്ലാം ഒത്തുവരണം. അപ്പോൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിച്ച് നമ്മളെ സഹായികളൊക്കെ കൂടി ഈ രൂപത്തിൽ പിന്നെ വെങ്കലത്തിലേക്ക് വെങ്കലത്തെ നിറം നൽകി ഫൈബർ ഗ്ലാസ് ശില്പം ഇതുപോലെ ഈ രൂപത്തിലുണ്ടാക്കി. അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു. ഈ ഒരു മുഖം നമുക്കറിയാം, ജനങ്ങളെ മനസ്സിൽ പതിഞ്ഞ മുഖം ഇതുപോലെ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്കറിയാം. ചെറിയൊരു പാളിച്ച വന്നാൽ വിമർശനവും അഭിപ്രായങ്ങളും വരും. അപ്പോൾ പല്ലൊക്കെ കാണിച്ച് ഇതുപോലെ ചിരിച്ച രൂപം ചെയ്യുക എന്നുള്ള ഒരു ശില്പിയെ സംബന്ധിച്ചോളം 6 ദിവസം എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പിന്നെ ഒരു എന്താ പറയുക എല്ലാവരുടെ സഹകരണം കൊണ്ടാണ്. ഉണ്ണിയേട്ടൻ ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ശില്പങ്ങൾ ചെയ്തയാളാണ്. ആ പൂർണ്ണകായ പ്രതിമ ഉൾപ്പെടെ ചെയ്ത ഒരാളാണ്. പക്ഷേ VS-ലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ VS-ൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ്. VS-ൻ്റെ ക്യാരിക്കേച്ചർ, ചെറിയ കുട്ടി പോലും VS-ൻ്റെ ക്യാരിക്കേച്ചർ വളരെ പെട്ടെന്ന് വരക്കുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാളിയുടെ മനസ്സിൽ അടിത്തട്ടിൽ പതിഞ്ഞു കിടക്കുന്നൊരു മുഖമാണ്. ആ മുഖത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ശില്പത്തിലേക്ക് ഒരു ആവാഹിച്ചത്? അപ്പോൾ നമുക്കറിയാം VS-ൻ്റെ ചിത്രങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ പിന്നെ വീടുകളിൽ ചുമരുകളിലായാലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ അംഗീകരിച്ചൊരു ചിത്രം എന്ന് പറയുന്നത് ഈ ഷോൾഡർ ഒരു ഭാഗം പൊങ്ങി ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ ചിത്രമാണ് ജനങ്ങളെ മനസ്സിൽ പതിഞ്ഞത്. അപ്പോൾ അതാണ് ശില്പമാക്കേണ്ടതെന്നുള്ളത് നമ്മൾ ശില്പിയായ ഞാൻ തീരുമാനിച്ചു. അത് അരുൺകുമാർ സാറും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ VS-ൻ്റെ മകനും അത് അംഗീകരിച്ചു. അപ്പോൾ ആ എല്ലാവരും മനസ്സിലും പതിഞ്ഞ ചിത്രം ആ ചിത്രം തന്നെ ഈ രൂപത്തിൽ ആക്കിയെടുക്കാൻ പല പ്രാവശ്യം സ്കെച്ച് പെൻസിൽ കൊണ്ട് ചെയ്ത് അതുപോലെ കളിമണ്ണിൽ ഇതിൻ്റെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി സമയം അതൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ രൂപം ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. VS-നെ നേരിട്ട് കണ്ട അനുഭവമുണ്ട്. 2016 തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പൊട്ടംകുഴിയിലെ AKGയുടെ പൂർണ്ണകായ 10 അടി വരെയുള്ള ശില്പം അന്ന് VS ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അന്ന് തന്നെ VS പൊന്നാട അണിച്ച് ആദരിച്ചതും ഒരു VS-ൻ്റെ വീട്ടിൽ പോയി കുറേ ദിവസം സമയം സംസാരിക്കാൻ കഴിഞ്ഞതും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കണ്ടൊരു അനുഭവവും ഈ ശില്പനിർമ്മാണത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. VS-ൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശില്പമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ല് പൊട്ടിയതുൾപ്പെടെ ചെറിയ ഒരു ഗ്യാപ്പ്, അതിൻ്റെ വിടവ് ഉൾപ്പെടെ നമുക്ക് കാണാം. അത്തരത്തിൽ സൂക്ഷ്മമായി തന്നെയാണ് എല്ലാം ചെയ്ത് വെക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും പല്ല് എന്ന് പറയുന്നത് ഇപ്പം ശില്പികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പല്ല് കാണിച്ച ചിത്രങ്ങൾ ചെയ്യൽ വളരെ കുറവാണ്. കാരണം സമയം കൂടുതൽ വേണം. ചെറിയൊരു പാളിച്ച വന്നാൽ ആൾ മാറും. അതുപോലെ ചിരിക്കുമ്പോൾ കവളിൽ വരുന്ന മാറ്റം, കണ്ണിൻ്റെ ഈ പുരുവത്തിൻ്റെ സൈഡിൽ വരുന്ന മാറ്റം, എല്ലാത്തിലും ആ ഒരു പൂർണ്ണത കിട്ടിയില്ലെങ്കിൽ ചിരിക്കുന്ന ആൾ കരയുകയാണോ അത് മറ്റുള്ളവരെ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത രീതിയിൽ നോക്കുകയാണെന്നൊക്കെ ഒരു രൂപമായിരിക്കും വരിക. അപ്പോൾ വളരെ സൂക്ഷ്മതയോടു കൂടി ഈ 6 ദിവസം കൊണ്ട് ഒരു ശില്പിയെ സംബന്ധിച്ചുള്ള ഇത് ചെയ്യാൻ കഴിഞ്ഞത് ഏതായാലും ഒരു കഠിനാധ്വാനം കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. ഏതായാലും ഇന്നത്തെ ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലും ജനങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്.